ഹായ് ഗൈസ്, നമ്മുടെ ആലപ്പുഴ ലജനത്ത് സ്കൂളിൻ്റെ പുറകിൽ ഒരു കുരങ്ങ് കുറച്ച് ദിവസമായിട്ട് ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. എന്താ സെറ്റപ്പ് എന്ന് പറഞ്ഞോടാ, ഇനി വല്ല വണ്ടിയിലൊക്കെ കൊണ്ടുപോകുന്ന വഴി ഇങ്ങനെ ചാടിപ്പോയതാണോ ഇല്ലെങ്കിൽ ഇങ്ങനെ വഴിതെറ്റി ഇങ്ങോട്ട് വന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒറ്റപ്പെട്ടൊരു സാഹചര്യത്തിൽ ഇങ്ങനെ വിഷമത്തോടെ ജീവിക്കുകയാണ്. അപ്പം ഞാൻ അതിവിടെ വന്നപ്പോൾ കുറച്ച് കഴിക്കാനൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അത് നമ്മളെപ്പോലെയല്ല, ഞാനിത് പറയാൻ വന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഒരുപാടുള്ളൊരു ഏരിയയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് അറിയത്തില്ലല്ലോ, ഇനി വല്ല കളിക്കുന്ന കുരങ്ങാണെന്നും പറഞ്ഞാൽ അതിനെ വല്ലതും തൊടാൻ പോയാൽ അത് പേട്ട നോക്കി ഒരു അടി കൊടുത്താൽ തീർന്നില്ലേ. ഇതിപ്പോൾ ഞാൻ കഴിക്കാൻ കൊടുത്തിട്ട് എൻ്റെ നേരെ അത് ചാടി വന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചുമ്മാ എടുത്തതാണ്. പക്ഷേ ഞാൻ പിന്നെ ഓർത്തിട്ടിടണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗസംരക്ഷണ വകുപ്പോ ഇല്ലെങ്കിൽ വനം വകുപ്പോ ഏത് കാറ്റഗറി ആണെന്ന് എനിക്കറിയത്തില്ല. ആരാണെങ്കിലും മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് അവർ ഇത് പിടിച്ചോണ്ടും പോകുന്നവരുണ്ടല്ലോ, അവർ വന്ന് പിടിച്ചോണ്ടും പോയാൽ വലിയ ഉപകാരമായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് കാടുകളിൽ ജീവിക്കട്ടെ, അല്ലാണ്ട് ഈ വീടുകളിലുള്ള ഏരിയയിലോട്ടൊക്കെ വന്നിട്ട് അതിനും വിഷമവും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലവർ അതിന് ഫുഡ് വെച്ച് കൊടുക്കുന്നതായിരിക്കാം. അതോർക്കും ചിലപ്പോൾ അതിനെ ഉപദ്രവിക്കാൻ വരുന്നതാണെന്ന് പറഞ്ഞാൽ തിരിച്ച് റിയാക്ട് ചെയ്തു വല്ല അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ദോഷമാണ്. അതുമാത്രമല്ല, നമ്മളെ വീടിൻ്റെ നേരെ ഒരു കടയുണ്ട്, ഈ ഒരു കുഞ്ഞിക്കടയുണ്ട്. ആ കടക്കകത്ത് കയറിയിട്ട് 2 ദിവസമായിട്ട് കഴിഞ്ഞ ദിവസം അവിടെ കുറേ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാം അത് എടുത്തുകൊണ്ടും പോയി. ഇനി ഇതെവിടെ പോയി, ഇതിൻ്റെ വീട് എവിടെയാണ്, ഇതിൻ്റെ ഊരെവിടെയാണ്, ഇതിൻ്റെ നാടെവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് നോക്കിയപ്പോൾ ഇതേ വീടിൻ്റെ അവിടെ മതലിൻ്റെ പുറത്തൊക്കെ വന്നിരിക്കുന്നു. അപ്പം ഞാനങ്ങനെ ഇനി വിശന്നിട്ട് ഇറങ്ങിയതാണെന്ന് വെച്ചാണ് ഞാൻ കഴിക്കാനെടുത്ത് കൊടുത്തത്. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ നേരെ ചാടി വരുന്നത് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കിക്ക്. അതാണ് ഇത്. ഇപ്പം ഇന്നലെ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ ആ കടയിൽ പോയിട്ട് മുട്ടയടിച്ച് വേണ്ടി കഴിക്കുന്നു. ഈ ഒരു ക്ലിപ്പ് ഞാൻ ഇന്നലെ എടുത്തതാണ്. ഇത് കണ്ടില്ലേ, ആ കടയിൽ കയറിയിട്ട് മുട്ടയൊക്കെ എടുത്തുകൊണ്ടും പോണു കണ്ട. അത് കഴിഞ്ഞ ദിവസം ബിസ്ക്കറ്റൊക്കെ എടുത്തുകൊണ്ടും പോയി. ഇത് ഇപ്പം ഇന്നലെ വന്നിട്ട് മുട്ടയൊക്കെ എടുത്തുകൊണ്ടും പോയിട്ട് അത് ഒരു മയവും ഇല്ലാണ്ട് അവിടെ പോയി നിന്നിട്ട് ആ മുട്ടയൊക്കെ കടിച്ചു കൂട്ടി കഴിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഇതേ നോക്കിക്കേ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിക്കും എല്ലാവരും. പെട്ടെന്ന് ഇപ്പോൾ കുരങ്ങാണെന്ന് പറഞ്ഞാലും നമ്മളെ നേരെ ഒന്ന് ചാടിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ നമ്മളത് പേടിക്കത്തില്ല. അത് കണ്ടില്ല, ആ പച്ച മുട്ടയൊക്കെ കടിച്ച് കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഇടവഴി കയറി ഇങ്ങോട്ടൊക്കെ പോകണം. ഇന്ന് നോക്കിയപ്പോൾ നമ്മളെ വീടിൻ്റെ മതലിൻ്റെ പുറത്ത് വന്നിരിക്കുന്നത്. ഇവിടെയും പിള്ളേരും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മളില്ലാത്ത സാഹചര്യത്തിൽ എങ്ങാനും വല്ല കഥവൊക്കെ തുറന്നു എടുക്കുവാണെങ്കിൽ അകത്തോട്ടൊക്കെ കയറി. ഇവിടെ ഒരു 2 മാസം പ്രായമുള്ളൊരു കുഞ്ഞൊക്കെ ഉള്ളതാണ്. അതിനെയൊക്കെ എടുത്തുകൊണ്ടും പോയാൽ എന്ത് ചെയ്യും? നമ്മളെ കുട്ടിക്ക് വേണ്ടി മാത്രമല്ല, നമ്മളെ എല്ലാവർക്കും വേണ്ടിയാണ് ഇനി സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനൊന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ആലപ്പുഴ ലജനത്ത് സ്കൂള്, അതായത് പുത്തമ്പള്ളിയിലോട്ട് പോകുന്നൊരു വഴിയുണ്ട്, മാർക്കറ്റിൻ്റെ ഇടവഴി കയറിയിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് വരും. ഇതെവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ കറക്റ്റ് 2:30-3 മണി ആ സെറ്റപ്പ് സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ആ കടയിൽ മോഷ്ടിക്കാൻ വരും ഇത്. അപ്പോഴത്തേക്കും നമ്മളിതിനെ കെണിയിട്ട് പിടിച്ചേ പറ്റത്തുള്ളൂ. അധികാരികളിലോട്ട് എത്തുന്നത് വരെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമാശ എല്ലാം കൂടെ കളി കാര്യമാകും. അതിനു മുമ്പേ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.